ഹലോ, അസ്സലാം വലൈക്കും. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണ് എൻ്റെ ജോലി എന്നുള്ളതൊക്കെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇപ്പോൾ രാവിലെ 5:15 നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഓരോ കാര്യങ്ങളൊന്ന് കാണാം. അപ്പോൾ ആദ്യം ഒരു കോഫി ഉണ്ടാക്കാം. ഇപ്പൊ രാവിലെ 5:15 എണീറ്റ് എൻ്റെ ബ്രഷ് ചെയ്യലും മുഖം കൈകളൊക്കെ കഴിഞ്ഞ് ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കി. അപ്പൊ ഇനി അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ബാത്റൂമിലൊക്കെ പോയിട്ട് കുളിയൊക്കെ കഴിച്ചിട്ട് വരാം. ഓക്കെ. അപ്പോ കുളിയൊക്കെ കഴിഞ്ഞു. കുളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ നനവ് പോകുന്നതിന്റെ മുമ്പ് ഈ ഒരു ഓയിൽ ഞാൻ തേക്കാറുണ്ട്. ഗ്ലിസറിൻ ഓയിലാണിത്. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മുഖത്തും കയ്യിലൊക്കെ ഡ്രൈ ആയി നിൽക്കും. അങ്ങനെ ഉള്ള ആളുകൾ ഒരുപാടുണ്ടാവും. ഈ ഒരു സാധനം നല്ല സാധനമാണ്. ഒരു കുറച്ചെടുത്തിട്ട് നമ്മളെ കയ്യിൽ ആക്കിയിട്ട് കയ്യിലും മുഖത്തൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ, കൂടുതലാകരുത്, ഒരു കുറച്ച് കട്ടിയുള്ള ഓയിലാണിത്. അപ്പം നമ്മൾ ആ കുളിച്ച് കഴിഞ്ഞ ഉടനെ നമ്മളെ മുഖത്തും കയ്യിലും തേക്കുമ്പോൾ ആ ഒരു ചെറിയൊരു ഈർപ്പം നമ്മളെ മുഖത്തും കയ്യിലൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ തേക്കുമ്പോഴേ ഇത് തേക്കാൻ കഴിയുള്ളൂ. ഇത് നമ്മളെ ശരീരം ഡ്രൈ ആയി നിൽക്കുന്ന സമയത്ത് തേക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള ഓയിലായതുകൊണ്ട് തേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതെനിക്ക് മുഖത്തൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ള സ്ക്രാച്ച് പോലെ ഇങ്ങനെ വരും കയ്യിലും ഒക്കെ. ഈ തണുപ്പടിച്ചിട്ട് അതുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ഇവിടെ. നമ്മൾ AC കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ, അല്ലെങ്കിൽ തണുപ്പ് സീസണിലൊക്കെ അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അതിന് ഈ ഒരു സാധനം നല്ല ബെസ്റ്റാണ്. ഗ്ലിസറിൻ ഓയിലാണ് ഇതിൻ്റെ പേര്. 11 റിയാലോ 12 റിയാലൊക്കെ വില വരുന്നുള്ളൂ. അപ്പൊ ഇത് ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട്, ഒരു 2-3 വർഷമായിട്ട്, 3-4 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് തേച്ചതിന് ശേഷം ഇത് നല്ല കുറവുണ്ട്, ഈ ഡ്രൈനെസ് നല്ല കുറവുണ്ട്. അപ്പൊ ഇനി സുബഹി നമസ്കാരം കഴിച്ചിട്ട് വരാം. ഇപ്പോൾ സമയം രാവിലെ 5:50. അപ്പോൾ ഫസ്റ്റ് ഓട്ടം തുടങ്ങാണ്. നേരം വെളുത്തിട്ടൊന്നുമില്ല, വെളിച്ചായിട്ടില്ല. റൂം ക്ലോസ് ചെയ്യാം. ഈ ഒരു വണ്ടി എൻ്റെ കഫീലിൻ്റെ വലിയ മകൻ്റെ വണ്ടിയാണ്. ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്. പിന്നെ പി ഉള്ളൊരു വണ്ടിയാണ് ഞാൻ കൊണ്ട് നടക്കുന്നത്. പക്ഷെ ഇതല്ല ഈ വീട്ടിലെ വണ്ടി. ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഇതൊരു കൊറോള 2024 വണ്ടിയാണ്. പിന്നെ ഞാൻ കൊണ്ട് നടന്നിരുന്നൊരു വണ്ടി ഒരു എലൻട്ര 2025 പുതിയൊരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയായിരുന്നു ഞാൻ കൊണ്ട് നടന്നിരുന്നത്. പക്ഷേ ഈ വീട്ടിൽ 4 ആൺമക്കളിൽ ഒരു മകനുണ്ട് കുറച്ച് വണ്ടി കൊണ്ടൊക്കെ കുതിരളിക്കുന്ന ഒരു ചെക്കന്. അപ്പോൾ ഈ ചെക്കൻ്റെ കയ്യിൽ വണ്ടി കിട്ടിയാൽ ഈ വണ്ടി എടുത്തൊരു മാസത്തിനുള്ളിൽ ഇത് വണ്ടി തട്ടി ആകെ തവിട് പൊടിയായി വർക്ക്ഷോപ്പിൽ കയറ്റി നന്നാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ് പൊളിച്ച് ഇപ്പോൾ ഇവിടെ മൂലക്കെട്ടൊക്കെയാണ്. അതേപോലെ ഞാൻ കൊണ്ടുനടന്നിരുന്ന ഒരു എലൻഡർ ഉണ്ടായിരുന്നു, ഒരു പുതിയ 2025. ആ വണ്ടി അവന് കൊടുക്കാറില്ലായിരുന്നു. അത് കഫീലിനേറ്റ് വാശി പിടിച്ച് ആ വണ്ടി കൊണ്ടുപോയി അത് തട്ടിമറിച്ച് അതിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് പൊളിഞ്ഞ് അതിപ്പോൾ ഷോറൂമിലാണ് കിടക്കുന്നത്. ഒരു മാസം ആയിട്ട് ഷോറൂമിലാണ്. അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നതിന് ശേഷം വീട്ടിൽ വണ്ടിയില്ല.
3-4 വണ്ടിയുള്ള വീട്ടിൽ ഈ ഒരു വണ്ടി മൂലക്ക് കിടക്കുകയാണ്. വേറൊരു എലൻഡ്ര ഉണ്ടായിരുന്നത് അത് ഷോറൂമിൽ കിടക്കുകയാണ്. പിന്നെ ഈ ഒരു വണ്ടി വലിയ മകൻ്റെ ഓട്ടത്തിന് അവനാവശ്യമുള്ള വണ്ടിയാണ്. ഇപ്പം ഈ ഒരു വണ്ടി ഇപ്പോൾ പുറത്തുനിന്ന് റെൻറ്റിന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ 3-4 വണ്ടിയുള്ളൊരു വീട്ടിലെ അവസ്ഥയാണ് ഇപ്പോൾ. വണ്ടി ഓടാൻ സ്കൂൾ തുറന്നപ്പോൾ ഓടാൻ വണ്ടിയില്ല. ഇപ്പോൾ ഈ ഒരു വണ്ടി റെൻറ്റിന് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു റെൻറ്റിന് എടുത്ത ഈ ഒരു വണ്ടിയായിട്ടാണ് ഇപ്പോൾ ഞാൻ ഓടുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. രാവിലത്തെ ഫസ്റ്റ് ഓട്ടം കഫീലിൻ്റെ മോളെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. കഫീലിൻ്റെ മോൾക്ക് ഒരു ജോലി ഉണ്ട്. അപ്പോൾ ആ ജോലി സ്ഥലത്ത് കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ കൊണ്ടുപോയി വിടും. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. പിന്നെ ഇവിടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി വിടാണ്ട്. അപ്പം രാവിലെ കൊണ്ടുപോയി വിടുന്നത് ബാക്കിൽ ആ വണ്ടിയിൽ മസ്തയിൽ വലിയ മോന് ക്ലാസ്സിന് പോകുമ്പോൾ അവന് സ്കൂളിൽ ഇറക്കിയിട്ട് പോകും. തിരിച്ചെടുക്കാൻ ഞാൻ ഈ രാവിലെ കൊണ്ടുപോയി വിട്ടിട്ട് വീട്ടിൽ തിരിച്ചു വന്നിട്ട് കുറച്ച് എനിക്ക് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഗ്യാപ്പ് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം 12 മണിക്കൊക്കെ കുട്ടികളെ സ്കൂൾ വിടുമ്പോൾ അവരെ വീട്ടിൽ കൊണ്ടുപോയി വന്ന് വിട്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം ഞാൻ കൊണ്ടുപോയി വിടുന്ന ഈ ഒരു പെൺകുട്ടിനെ തിരിച്ചെടുക്കാൻ വീണ്ടും പോകണം. അപ്പോൾ ഇതാണ് അവരുടെ വീടിൻ്റെ ഗേറ്റ്. അപ്പോൾ കഫീലിൻ്റെ മോള് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവരെയും കൊണ്ട് ആ ജോലി സ്ഥലത്ത് കൊണ്ട് ഇറക്കി വിടാൻ പോകും. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയി ഇറക്കി വിട്ടിട്ട് കാണാം. ഇപ്പോൾ സമയം രാവിലെ 7:15. ഞാൻ 6:50 റൂമിൽ നിന്ന് പോകുന്നതാണ്. ഏകദേശം 1 മണിക്കൂർ, ഏകദേശം 1.5 മണിക്കൂർ റോഡ് അത്രയും ബ്ലോക്കാണ്. കാരണം ഈ സ്കൂളുകളൊക്കെ ഉള്ള ടൈം ആയതുകൊണ്ട് ശരിക്ക് ഒരു അരമണിക്കൂർ മതി ഈ ഒരു ദൂരം വരാൻ, 40 കിലോമീറ്റർ വരാൻ. ഇത് ഈ രാവിലെ സമയത്ത് അത്രയും ബ്ലോക്കായിരിക്കും. ഇപ്പോൾ ക്ലാസ്സുകൾ, സ്കൂളും ഓഫീസുകളും എല്ലാവരും ജോലിക്ക് പോകുന്ന സമയമായതുകൊണ്ട് നല്ല ബ്ലോക്കായിരിക്കും. അപ്പം അങ്ങനെ ഇപ്പോൾ ഇവിടെ ജോലി സ്ഥലത്ത് കഫീലിൻ്റെ മോളെ ഇറക്കി. ഇനി ഈ ഒരു ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കഫീലിൻ്റെ വേറൊരു മോളെ കല്യാണം കഴിച്ചു വിട്ടൊരു വീട്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഓട്ടം ഉണ്ടാകലുണ്ട് ചില ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഇന്നും അവിടെ ഒരു ഓട്ടമുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഇവിടെ ഇറക്കി നേരെ തിരിച്ചു പോകലാണ്. ഇവർക്ക് ഓട്ടമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ഈ ഒരു ഫ്ലാറ്റിലാണ് കഫീലിൻ്റെ വലിയ മകള് താമസിക്കുന്നത്. അപ്പോൾ ഇന്ന് അവർക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാനോ ഒക്കെ സാധനം മേടിക്കാനൊക്കെ ഓട്ടമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാവും ഒന്ന് അങ്ങോട്ട് തിരിച്ച് പോകുന്നത്. അപ്പോൾ ആ ഓട്ടം ഏകദേശം ഒരു 9:30 വരാൻ വന്നത്. ഇപ്പോൾ സമയം 7:20 അപ്പോൾ ചായ കുടിച്ച് വരാം. 9:30 വരെ സമയമുണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഷർഫയിലേക്ക് പോവാണ്. ഷറഫിലേക്കും ഇവിടുന്ന് അധികം ദൂരമല്ല, 5 മിനിറ്റേ ഉള്ളൂ. ഞാൻ ഈ കഫീലിൻ്റെ മോളെ ഇറക്കിയ ഈ ഒരു ജോലി സ്ഥലവും കഫീലിൻ്റെ വലിയ മകളുടെ വീടും ഒക്കെ അടുത്തടുത്താണ്. അത് കഴിഞ്ഞാൽ ഷർഫയിൽ പോകണമെന്നുണ്ടെങ്കിലും ഈ ഒരു സിഗ്നൽ കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് മതി. അപ്പോൾ ഷർഫയിൽ പോയി ചായ കുടിച്ചു വരാം. ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു. ഷർഫയിലുള്ള ആളുകൾക്ക് അറിയാം. ഇതിപ്പോൾ ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ട് മാതിരിയായി. ഒരുപാട് ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്ന ഏരിയയാണ്. ഇതൊക്കെ പൊളിച്ചു മാറ്റി ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ഷറഫിയ സിഗ്നലിലെത്തി. ഈ ഒരു പാലത്തിന്റെ അപ്പുറമാണ് കേരളം, അങ്ങനെ പറയാം. കാരണം നമുക്ക് കേരളത്തിലുള്ള മലയാളികൾക്ക് വേണ്ട പച്ചക്കറികൾ, പലചരക്ക്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഷറഫയിലുള്ള കടകളിൽ ഏകദേശം എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ പർച്ചേസ് ചെയ്യാനും
വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും വീക്കെൻഡുകളിലൊക്കെ മലയാളികൾ ഒരുമിച്ച് കൂടാനൊക്കെ വരുന്നൊരു സ്ഥലമാണ് ഷർഫിയ. അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ അപ്പുറത്താണ് ആ ഒരു ഷർഫിയ. ഞാൻ വണ്ടി ഇവിടെ നിർത്തി. ഇവിടെ ബാക്കിയുള്ള ഏരിയകളിലൊക്കെ പേ പാർക്കിംഗ് ആയതുകൊണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ വണ്ടി നിർത്തി. ഇതാണ് നമ്മളെ ഷർഫിയൻ്റെ പാലം. ഈ ഒരു പാലത്തിൻ്റെ അപ്പുറത്താണ് നമ്മളെ കടകളും എല്ലാവരും മലയാളികൾ കൂടുന്ന ഒരു ഏരിയ ഒക്കെ ഉള്ളത്. ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടോ, ആ ഭാഗത്തൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകളും കടകളൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഭാഗമൊക്കെ ഇപ്പോൾ ഒരു ഗ്രൗണ്ടായി മാറി. എല്ലാം പൊളിച്ചു മാറ്റി. പഴയ ആളുകൾക്കൊക്കെ അറിയാം ഈ ഭാഗത്തൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. ഞാനിവിടെ ഷർഫിയിൽ വരുമ്പോൾ കഞ്ഞിപ്പുര എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ വന്നാണ് ഭക്ഷണം കഴിക്കുക ഷർഫിയിൽ വരുന്ന സമയത്ത്. പിന്നെ ഈ പാലത്തിൻ്റെ ആ അപ്പുറം സൈഡിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഒരുപാട് ഹോട്ടലുകളുണ്ട്. പക്ഷെ ഞാൻ ഈ ഗ്രൗണ്ടിൽ വണ്ടി നിർത്തിയിട്ട് ഇതിലെങ്ങനെ നടന്നു പോയിട്ട് കഞ്ഞിപ്പുര എന്ന ഹോട്ടലിൽ പോയിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇനി ഹോട്ടലിലേക്ക് പോവാം. അങ്ങനെ ചായ കൂടെയൊക്കെ കഴിഞ്ഞ് വീണ്ടും വണ്ടിയിലെത്തി. നൂൽപൊട്ടും ചെമ്മീൻ റോസ്റ്റും ആണ് രാവിലെ കഴിച്ചത്. ഒരു മാസത്തിൽ ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ കഴിക്കും. അല്ലാത്ത സമയത്തൊക്കെ ചിലപ്പോൾ സാധാരണ കടലക്കറിയോ പൊറോട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ രീതിയിലാണ് രാവിലെ ചായ കുടിക്കാറ്. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയാണല്ലോ, ചില ഭക്ഷണത്തിനോട് നമുക്ക് പൂതി തോന്നുന്ന സമയത്ത് ചിലപ്പോൾ മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ നല്ല ഭക്ഷണം നോക്കി കഴിക്കും. അപ്പം അങ്ങനെ ഇന്ന് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതിനോടൊരു പൂതി, അപ്പം അങ്ങനെ കഴിച്ചു. അപ്പോൾ ചായ കൂടി കഴിഞ്ഞു. ഇനിയിപ്പോൾ 8 മണിയായിട്ടുള്ളൂ. 9:30 മണിക്കാണ് അടുത്ത ഓട്ടം ഉള്ളത്. അപ്പോൾ അതുവരെ ഒരു 1.5 മണിക്കൂർ സമയമുണ്ട്. അപ്പം ഞാൻ സാധാരണ വീട്ടിൽ വണ്ടിയുള്ള സമയത്ത് ഞാനിപ്പോൾ ഈ വരുന്നൊരു ഓട്ടം അവിടെ ഇറക്കിയിട്ട് 3 മണിക്കാണ് അവളുടെ ജോലി കഴിയുക. തിരിച്ചു പോകുന്നത് 3 മണി വരെ ഞാൻ എൻ്റെ NSCM എന്ന് പറയും, ഇവിടെ അടുത്ത് തന്നെ. അവിടെ എൻ്റെ സുഹൃത്തുക്കളെ കടയിലാണ് സമയം ചെലവഴിക്കാറ്. 3 മണി വരെ 2:30 വരെ അവിടെ അവരുടെ സൂപ്പർ മാർക്കറ്റിലും പിന്നെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട്, അവിടെയൊക്കെ ആയിട്ടാണ് ഞാൻ അവരുടെ കടയിൽ ഇരുന്നിട്ടാണ് സമയം കഴിക്കാറ്. ഇപ്പോൾ ക്ലാസ് തുറന്നതുകൊണ്ടും ഈ വണ്ടികളില്ലാത്തത് കൊണ്ടും ഞാൻ തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നതുകൊണ്ട് അവിടെ ഇരിക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് കുറച്ച് സമയം അവിടെ ഇരിക്കുക. ഏതായാലും 9:30 വരെ സമയം ഉണ്ടല്ലോ, കുറച്ച് സമയം അവിടെ പോയിട്ടിരിക്കാം. നമ്മൾ നസീമിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ നസീമിലെത്തി. അതാണ് ഞാൻ പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ്. പിന്നെ ബാർബർ ഷോപ്പ് ഇതാണ്, തുറന്നിട്ടില്ല. 10 മണിയൊക്കെ ആവും തുറക്കാൻ. 3 മണി വരെ 2:30 മണി വരെ അവിടെ അവരുടെ കൂടെ സംസാരിച്ചിരിക്കും. എനിക്ക് സമയം പോകും. എൻ്റെ ഓട്ടം വരുന്നത് വരെ ഞാൻ അവിടെ ഇരിക്കും. അതേപോലെ ഇവിടെ ഇരിക്കും, അവരായിട്ട് സംസാരിച്ചിരിക്കും. ആകെ ഒരു ബന്ധങ്ങളുള്ളത് ഇവർ മാത്രമേ ഉള്ളൂ. ഈ ഒരു സൂപ്പർ മാർക്കറ്റിലുള്ള ആളുകളും 3-4 ആളുകളുണ്ട്. അതേപോലെ ഈ ബാർബർ ഷോപ്പിലും ഒരു 3-4 ആളുകളുണ്ട്. നമുക്കൊരു കാര്യമായിട്ടുള്ളൊരു ബന്ധങ്ങൾ എന്ന് പറയാൻ ഇവരാണുള്ളത്. ഇവിടെയാണ് കൂടുതൽ സമയം നമുക്ക് സംസാരിച്ചിരിക്കാൻ ഒരു മലയാളികൾ എന്ന് പറയാൻ ഇവരേ ഉള്ളൂ. കാരണം എനിക്ക് എൻ്റെ റൂം നിൽക്കുന്ന ഭാഗത്ത് ഹംദാനിയിലാണ് ഞാൻ. എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തോ അപ്പുറത്തൊന്നും ഒന്ന് സംസാരിക്കാനൊന്നും ഒരു മലയാളികൾ ആരുമില്ല. ഞാൻ ചെന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എല്ലാവരും നാട്ടിൽ പോയതിൻ്റെ ശേഷം തിരിച്ചു വരാതെ ഇപ്പോൾ അവിടെ ആരുമില്ല. അവിടെ നിൽക്കുന്ന സമയത്ത് റൂമിലിരിക്കുക, റൂമിൽ മൊബൈലിലോ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കുക എന്നല്ലാതെ പുറത്തിറങ്ങിയാലൊന്നും സംസാരിക്കാനൊന്നും മലയാളികളായിട്ട് ആരുമില്ല. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് എനിക്കൊന്ന് സംസാരിക്കാനോ എന്ന് കൂടെ എങ്ങോട്ടെങ്കിലും പുറത്തു പോകാനോ ഒക്കെ ഒരു ആളുള്ളത് ഇവിടെ വരുമ്പോഴാണ്. ഈ ഒരു ബാർബർ ഷോപ്പിലും ബക്കാലയിലും ഒക്കെ വരുമ്പോഴാണ്, അവരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് നമുക്കൊന്ന് നമ്മളെ നാട് മിസ് ചെയ്യാതെ ഇരിക്കുന്നത്. ഇവരുടെ കൂടെ സംസാരിച്ചിരിക്കുമ്പോഴാണ്.
അസ്സലാമലൈക്കും. നിങ്ങളുണ്ട് വ്ളോഗില്, നിങ്ങളുണ്ട് വ്ളോഗില് അറിയാം. എന്താണ് പരിപാടി? ഇപ്പൊ നമ്മൾ കണ്ടത് യൂനുസ് ഖാനാണ്. പിന്നെ അതേപോലെ മുർഷിദ് എന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ട്. മുർഷിദ് നാട്ടിൽ പോയി, 2-3 ദിവസം മുമ്പ് നാട്ടിൽ പോയി. പിന്നെ നമ്മളെ ബാർബർ ഷോപ്പിൽ 3-4 ആളുകളുണ്ട്. നമ്മളൊരു സദ്യ കഴിക്കാൻ പോയൊരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിലുണ്ട് ബാർബർ ഷോപ്പിലുള്ള എല്ലാ ആളുകളും. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇവിടെ ഒരു ഹോട്ടലിൽ സദ്യ കഴിക്കാൻ പോയത്. ഇവിടെയുള്ള ബന്ധങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് എന്തിനും ഏതിനും ഇപ്പോൾ ഈ മുർഷിദ്, യൂനുസ് എന്നൊക്കെ പറഞ്ഞ ഈ ബക്കാലിയിലുള്ള ആളുകളൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് പ്രവാസികൾക്ക് അറിയാം. ഒരു സാധാരണ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മളെ സാലറിയിൽ നിന്ന് മിച്ചം വെച്ച പൈസയൊന്നും ഉണ്ടാവില്ല നമുക്ക് പർച്ചേസ് ചെയ്യാനോ നാട്ടിൽ പോയി നിൽക്കാനൊന്നും. ആരെങ്കിലുമൊക്കെ അടുത്തുനിന്ന് ഇവിടുന്ന് കടം മേടിച്ചിട്ടാവും പോവുക. തിരിച്ചു വന്നിട്ട് ഓരോ മാസത്തെ ശമ്പളത്തിൽ നിന്ന് കുറേശ്ശെ കൊടുക്കും. എൻ്റെ അവസ്ഥയും എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ ഇവരുടെ 2 പേരുടെ അടുത്തുനിന്ന് കുറേശ്ശെ പൈസ കടം മേടിച്ചിട്ടാണ് നാട്ടിൽ പോവുക. അപ്പോൾ ഏത് സമയത്തും നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ മുർഷിദായാലും യൂനുസായാലും എത്രയോ പൈസ തന്ന് സഹായിച്ചിട്ടുണ്ട് കടമായിട്ട്. തിരിച്ചു വരുമ്പോൾ കുറേശ്ശെ നമ്മൾ സാലറി കിട്ടുമ്പോൾ കുറച്ച് തിരിച്ചു കൊടുക്കും. അത് എല്ലാ പ്രവാസികളുടെ അവസ്ഥയാണ്, എൻ്റെ മാത്രമല്ല. നാട്ടിൽ പോകുന്ന സമയത്ത് എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ്. അതുപോലെ ബാർബർ ഷോപ്പിലുള്ള സുഹൃത്തുക്കളായാലും ഇവിടെ ഈ നസീമിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് കുടുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ കയ്യിൽ പൈസ അല്ല ഭക്ഷണം കഴിക്കാനോ എന്തെങ്കിലും ഒരു പ്രശ്നം വരെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നസീമിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ബാർബർ ഷോപ്പും അതേപോലെ നമ്മൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റും ഇവിടെ ഉള്ളത് കൊണ്ടും അവരുടെ ആയിട്ടുള്ള ഒരു ബന്ധങ്ങൾ ഉള്ളത് കൊണ്ടും ഇവിടെ വന്നിട്ട് ഒരു കാര്യത്തിനും ഞാൻ ഇതുവരെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. ആ ഒരു സൗഹൃദം 10 വർഷമായിട്ട് ഇപ്പോഴും ഉണ്ട്. ആദ്യം എൻ്റെ സൗദിൻ്റെ വീട് ഇതിൻ്റെ 2 ബിൽഡിംഗ് അപ്പുറത്ത് അവരൊരു ഫ്ലാറ്റിൽ വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ വന്നിറങ്ങിയത് ഇവിടെയാണ്. ഞാൻ ഫസ്റ്റ് വിസക്ക് വന്നിറങ്ങിയത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഒരു 6 മാസം 7 മാസമൊക്കെ ഇവിടെ വന്ന ഉടനെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം അവർ പുതിയ വീട് വെച്ച് അംദാനിയേക്ക് താമസം മാറി. വന്ന ആ ഒരു 6-7 മാസം ഇവിടെ നിന്നുള്ള പരിചയമാണ് ഈ സുഹൃത്തുക്കളായിട്ടുള്ളത്. ആ ഒരു ബന്ധം ഇപ്പോഴും ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ആ ഒരു ബന്ധം എല്ലാ നിലക്കും നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമുക്ക് പ്രവാസികളായിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം, നമ്മൾ ഈ ഒരു പ്രവാസ ലോകത്ത് ഉള്ള ബന്ധങ്ങൾക്കൊക്കെ അതൊരു ഭയങ്കര ബന്ധമായിരിക്കും. അതൊരു നല്ല ഉറപ്പുള്ളൊരു ബന്ധമായിരിക്കും. അതിപ്പോൾ ഇനി സാമ്പത്തികമായിട്ട് എന്ത് ബുദ്ധിമുട്ട് വന്നാലും സഹായിക്കാനൊരു മടി ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ചിലപ്പോൾ ഒരാളോട് ഒരു 1000 രൂപ 5000 രൂപ ചോദിച്ചാൽ ഒന്ന് തരാൻ മടിക്കും. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ പ്രവാസികളുടെ കൂട്ടത്തിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആരുടെങ്കിലും കയ്യിൽ നിന്ന് നമുക്കത് കിട്ടും. അതാണ് പ്രവാസ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത. പ്രവാസികളായിട്ടുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത് എല്ലാവരുടെയും അവസ്ഥ അതായിരിക്കും. നാട്ടിൽ പോകുന്ന സമയത്ത് സ്വന്തം കയ്യിലുള്ള പൈസ കൊണ്ട് മാത്രം നാട്ടിൽ പോയി വരുന്ന പ്രവാസികൾ വളരെ കുറവായിരിക്കും. അത്രയും ശമ്പളം കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ജോലിയും നല്ല സ്റ്റാറ്റസൊക്കെ ഉള്ള ആളുകൾക്ക് അങ്ങനെ കൈ ഉണ്ടാവുള്ളൂ. അല്ലാത്ത ആളുകളൊക്കെ ഇതുപോലെ തന്നെയാവും. അപ്പോൾ അതിനൊക്കെ ബന്ധങ്ങൾ അത്രയും വിലപ്പെട്ടതാണ്. പ്രവാസ ലോകത്തുള്ള ബന്ധങ്ങൾ പ്രത്യേകിച്ചും. ഇപ്പോൾ വീണ്ടും നസീമെന്ന് തിരിച്ചു പോവാണ്. നമുക്ക് ഓട്ടത്തിൻ്റെ സമയം 9:30 വരാൻ പറഞ്ഞാണ്. ഇപ്പോൾ 9:20 ഒരു 10 മിനിറ്റിൻ്റെ ദൂരമുള്ളൂ ഇവിടുന്ന്. അപ്പോൾ അങ്ങോട്ട് പോവാണ്.
9:30 ആയപ്പോൾ നമ്മളിവിടെ എത്തി. കറക്റ്റ് ടൈം നമ്മളിവിടെ എത്തി 9:30. അപ്പം ഇനി ചിലപ്പോൾ വല്ല ഹോസ്പിറ്റലിലേക്ക് പോകാനോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും സാധനം മേടിക്കാനോ ഒക്കെ ആയിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇനി ഹംദാനിയിലേക്ക് തന്നെ തിരിച്ചു പോകണം. അപ്പോൾ എങ്ങോട്ടാണ് പോകാനുള്ളത്, ഓട്ടം എങ്ങോട്ടാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഓട്ടം പോന്നിട്ടുള്ളത് ഇവിടെ അടുത്ത് തന്നെയുള്ള സലാം മാൾ പറഞ്ഞൊരു മാളിലേക്കാണ്. അപ്പോൾ മാളിൻ്റെ ഉള്ളിലൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ധനൂപ് സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ആള് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അപ്പം എന്നോട് ഈ ഒരു ധനൂപ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. അപ്പം ഇതാണ് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചത് ബില്ലാക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ബില്ലാക്കിയ സാധനങ്ങൾ കൊണ്ട് താഴെ പാർക്കിങ്ങിൽ വണ്ടിയിൽ കയറ്റിയിട്ട് തിരിച്ച് അവരുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോവാണ്. ലിഫ്റ്റിലേക്ക് ട്രോളി കയറ്റിയിട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ അവരുടെ ഫ്ലാറ്റിൻ്റെ ഡോറിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ തിരിച്ച് വീണ്ടും പോവാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കി ഇനി വീണ്ടും തിരിച്ച് ഹംദാനിയിലേക്ക്. സമയം വൈകി, 12:30 അവിടെ സ്കൂൾ വിടും. 11:40 ആവാനായി. ബ്ലോക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 12:09 എത്തും. ബ്ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലാണ് ബുദ്ധിമുട്ടാവുക. അയ്യോ, റോഡ് നല്ല ബ്ലോക്കാണല്ലോ, എക്സ്പ്രസ് ബ്ലോക്കാണ്. 12:09 അവിടെ എത്തണം. 11:45 നോക്കാം. അപ്പൊ അങ്ങനെ നമ്മള് ഹംദാനിയിലേക്ക് തിരിയാനുള്ള റോഡെത്തി. ഇവിടെ തിരിഞ്ഞ് ഹംദാനിയിലേക്ക് ഇറങ്ങണം. ഇതാണ് ഹംദാനിയുടെ ഒരു ഭാഗം. അപ്പൊ അങ്ങനെ സ്കൂളെത്തി. ഇത് ഒരാളുടെ സ്കൂളാണ്. ഒരാൾക്കിന്ന് ക്ലാസ് പോയിട്ടില്ല, സുഖമില്ലാഞ്ഞിട്ട് ക്ലാസ് പോയിട്ടില്ല. സ്കൂൾ വിട്ടിട്ടുണ്ട്, കുട്ടികളൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിനാണ് ഇവിടെ എത്തിയത്. അപ്പം അങ്ങനെ വീണ്ടും തിരിച്ച് റൂമിലെത്തി. ചെക്കനെ സ്കൂളിൽ നിന്ന് എടുത്ത് വീട്ടിലിറക്കി. ഇനി ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഉച്ചക്കുള്ള ഭക്ഷണം ഇവർ വീട്ടിൽ നിന്ന് തരും. അപ്പോൾ ഇനി ആ ഭക്ഷണം പോയി മേടിച്ചു കൊണ്ടുവരാം. അതിന് തലേ ദിവസം ഭക്ഷണം കഴിച്ച പാത്രം ഇവിടെ ഉണ്ടാവും. ആ പാത്രം കൊണ്ട് പോവുക. ഇന്ന് എന്താണോ ഭക്ഷണം ഉണ്ടാക്കിയത് ആ ഭക്ഷണം അവർ തരും. അപ്പം നമുക്ക് ഭക്ഷണം എന്താണോ പോയി നോക്കാം. അപ്പോൾ ഇത് ഇന്നലെ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രമാണ്. ഇതും കൊണ്ട് പോവാം. ഇത് ഫ്രണ്ട് ഡോർ ഇതാണ്, പക്ഷെ ബാക്ക് ഡോർ വഴിയാണ് പോലെ. ഇവിടെ മുറ്റൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീടിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അവിടെ നിന്നുള്ള വേസ്റ്റൊക്കെ ഇവിടെ ചാടി മുറ്റൊക്കെ ആകെ, ഈ ഒരു വീടിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ആകെ വൃത്തികേടായി കിടക്കുകയാണ്. ഇങ്ങനെ ഇവിടെ ഡോറുണ്ട്. അപ്പം ഭക്ഷണം മേടിച്ചു വരാം. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഇതാണ്. ഒരു വെജിറ്റബിൾ കറി, ചോറും. പല ദിവസവും പല രൂപത്തിലായിരിക്കും. ചില ദിവസങ്ങളിൽ മന്തിയോ കപ്സേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഇതാണ്. അപ്പം ഇനി ഭക്ഷണം കഴിച്ചിട്ട് 1 മണിയായി. 2 മണിക്ക് വീണ്ടും തിരിച്ച് രാവിലെ കൊണ്ടുപോയി ഇറക്കിയ പെൺകുട്ടിനെ എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീണ്ടും തിരിച്ചു പോകണം. 3 മണിക്കാണ് അവിടെ ക്ലാസ് കഴിയുക. അപ്പോൾ ഭക്ഷണം കഴിക്കാം, എന്നിട്ട് വീണ്ടും പുറപ്പെടാം. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. സമയം 2 മണിയായി. അപ്പം ഇനി വീണ്ടും തിരിച്ച്
രാവിലെ കൊണ്ടുപോയി വിട്ട നാളെ തിരിച്ചു കൊണ്ടുവരാൻ പോകാനുള്ള സമയമായി. അതിന് വേണ്ടിയിട്ട് ഇറങ്ങണം. അപ്പം ഇനി പോയിട്ട് തിരിച്ച് റൂമിലെത്തിയിട്ട് കാണാം. ഓക്കെ. അങ്ങനെ സമയം 4:30 മണിയായപ്പോൾ തിരിച്ച് ഇവിടെ എത്തി. പിന്നെ റൂമിലേക്ക് കയറട്ടെ. അങ്ങനെ വീണ്ടും എൻ്റെ റൂമിലെത്തി. ഇപ്പോൾ സമയം 4:30 മണി കഴിഞ്ഞു. അപ്പം ഇനി ഒരു 5:30 ആവുമ്പോൾ ഒന്ന് വാക്കിങ്ങിന് ഇറങ്ങണം. അപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ സ്ഥിരം നടക്കാൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നടക്കാനൊക്കെ ഇറങ്ങി വന്നിട്ട് കാണാം. ഓക്കെ. അപ്പോൾ എൻ്റെ നടത്തൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു 1/4 മണിക്കൂർ കഴിയുന്നതും എല്ലാ ദിവസവും നടക്കാൻ ഇറങ്ങാറുണ്ട്. അതിപ്പോൾ ഒരു 3-4 മാസമായിട്ട് ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, എനിക്ക് കുറച്ച് മുമ്പൊരു അസുഖം ഉണ്ടായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്ഥിരം നടക്കണം, എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യണം. കാരണം നമ്മൾ പ്രവാസികളായ നമുക്ക് എല്ലാവർക്കും നമ്മൾ ശരീരം അനങ്ങുന്നില്ല, അതുപോലെ വേർക്കുന്നില്ല. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ഈ ഡ്രൈവർ ജോലി ചെയ്യുന്നവർ, അതുപോലെ ഓഫീസ് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഫുൾ ടൈം എ സിയിൽ ഇരുന്ന് റൂമിൽ വന്നു കഴിഞ്ഞാൽ റൂമിലും എ സിയിൽ ഇരുന്ന് കിടന്ന് ഒക്കെ അങ്ങനെയാണ് നമ്മളെ കാലം കഴിയുന്നത്. അപ്പം നമ്മളെ ശരീരം ഒന്നും വേർക്കുന്നില്ല, ശരീരം ഇളകുന്നില്ല. അത് നമ്മളെ ശരീരത്തിന് ദോഷമാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ചെയ്യുന്നതിലേറെ നല്ലത് സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു കുറച്ച് സമയം ഒന്ന് നടക്കാൻ ഇറങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യായാമം റൂമിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് റൂമിൽ നിന്ന് ചെയ്യുക. അതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കും, നമ്മൾ പ്രവാസികളായ ആളുകൾക്ക് പ്രത്യേകിച്ചും. അപ്പോൾ അങ്ങനെ ഈ ഒരു അസുഖം വന്ന് ഡോക്ടറെ കാണിച്ചതിന് ശേഷമാണ് ഞാനും ഈ ഒരു നടത്തം സ്ഥിരമായിട്ട് തുടങ്ങിയത്. എല്ലാ ദിവസവും എനിക്ക് പറ്റിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ വെള്ളി ശനി ദിവസങ്ങളിലൊക്കെ കുറച്ച് ഓട്ടം കൂടുതലുള്ള ദിവസങ്ങളിൽ ചിലപ്പം നടക്കാൻ സമയം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇനി ഒരു 10-15 മിനിറ്റ് ഒന്ന് നമ്മളെ വിയർപ്പൊക്കെ ഒന്ന് വറ്റാൻ കുറച്ച് സമയം ഒന്ന് ഇരുന്നിട്ട് കുളിക്കാൻ കയറും. കുളിയൊക്കെ കഴിയുമ്പോഴേക്കും ഒരു 6 മണിയായിപ്പോൾ 6:35 ആകുമ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുത്ത് നമസ്കാരത്തിന് ശേഷം പിന്നെ ഇവർക്ക് വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാനുണ്ടാവും. കൂടുതൽ സാധനങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ പ്രവാസികളുടെ ദേശീയ ഭക്ഷണമായ കുബൂസ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ അത് മേടിക്കാനോ അല്ലെങ്കിൽ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം മേടിക്കാനൊക്കെ മഗ്‌രിബിന് ശേഷം ഒന്ന് പുറത്തിറങ്ങും. അപ്പോൾ നമുക്ക് അതിനിറങ്ങുമ്പോൾ ഇനി കാണാം. അങ്ങനെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മഗ്‌രിബിന് ശേഷം സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. റൂമിൻ്റെ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. സൂപ്പർ മാർക്കറ്റ് വലിയ 2-3 സൂപ്പർ മാർക്കറ്റ് വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. 5 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ. സൂപ്പർ മാർക്കറ്റ് ആയാലും മെഡിക്കൽ ഷോപ്പ് എല്ലാ കടകളും വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഏകദേശം നമ്മളെ സൂപ്പർ മാർക്കറ്റ് അടുത്തെത്തി. ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ പാർക്കിംഗ് കിട്ടാനാണ് പ്രയാസം. അപ്പോൾ പാർക്കിങ്ങിന് വേണ്ടി ഞാൻ ഒരുപാട് നടന്നു. ലാസ്റ്റ് എന്തായാലും ഒരു പാർക്കിംഗ് കിട്ടി, വണ്ടിയൊക്കെ നിർത്തി സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അവർക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് സാധനങ്ങളൊക്കെ അവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് കൂട്ടത്തിൽ നമുക്കും ഒരു കുബൂസ് മേടിച്ചു.
അപ്പോൾ അതൊക്കെ മേടിച്ച് ഇങ്ങനെ ഇരിക്കണം. ഇനിയിപ്പോൾ കറി, ഇന്നലത്തെ കറി ഉണ്ട്, ആ കറി ഒന്ന് ചൂടാക്കണം. ഇങ്ങനെ കുറച്ച് സമയം മക്കളോടൊക്കെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചിരുന്ന് അവരും അവരുടെ സ്കൂളത്തെ വായനയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അവരോട് കുറച്ച് നേരം സംസാരിച്ചിരുന്ന്. അപ്പോൾ നമ്മളെ കുബൂസൊക്കെയുള്ള കറിയാണിത്. ഒരു ചെറിയ ഉള്ളിക്കറിയാണ്. അതിലേക്കൊരു 2 മുട്ട പുഴുങ്ങി ഇട്ടാൽ അതൊരു മുട്ടക്കറി. അങ്ങനെയാണ് പരിപാടി. മുട്ട ഇവിടെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയും കൂടെ ആക്കി ഇട്ടിട്ട് ഒരു മുട്ടക്കറി ആക്കിയിട്ട് അതും കുബൂസും കൂട്ടി കഴിക്കാം. അപ്പോൾ നമ്മളെ മുട്ടക്കറി റെഡിയായി. ഇനി കുബൂസൊക്കെ കൂട്ടിയിട്ട് ഈ കറിയും കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. മുട്ടക്കറി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഇതൊരു ഉള്ളിക്കറിയാണ്. ഇങ്ങനെ ഒരു ഉള്ളിക്കറി ഉണ്ടാക്കി വെച്ചാൽ ഒരു 2-3 ദിവസത്തിന് അത് മതി. വൈകുന്നേരത്തെ ഭക്ഷണം, പിന്നെ ഉച്ചക്കുള്ള ഭക്ഷണം ഞാൻ നേരത്തെ കാണിച്ചല്ലോ. ഉച്ചക്കുള്ള ഭക്ഷണം ഒരു വീട്ടിൽ നിന്ന് തരും. അപ്പം അത് സ്കൂളുകളുള്ള ദിവസം, വെള്ളി ശനി അല്ലാത്ത എല്ലാ ദിവസവും ഉച്ചക്കുള്ള ഭക്ഷണം അവർ തരും വീട്ടിൽ നിന്ന്. അത് ഓരോരോ ദിവസം ഓരോന്നായിരിക്കും. ചിലപ്പോൾ മന്തിയോ കപ്സയോ, ചിലപ്പോൾ സാധാ നമ്മൾ ചോറും അതിലേക്ക് എന്തെങ്കിലും ഇവരുണ്ടാക്കുന്ന രൂപത്തിലുള്ള കറികളും ഒക്കെ ആയിട്ട്. അതിപ്പോൾ ഏകദേശം 10 വർഷം കഴിഞ്ഞില്ലേ ഇവിടെ. അത് അങ്ങനെ ശീലമായി, അവരുടെ ആ ഒരു ഭക്ഷണം തിന്ന് ശീലമായി. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, അതങ്ങനെ തിന്ന് ശീലമായി. അപ്പോൾ ഇതാണ് നമ്മളെ ഭക്ഷണം. പ്രവാസികൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സാധാരണ പ്രാദേശിക ഭക്ഷണമാണ് കുബൂസും. അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കറി ഉണ്ടായാൽ നമ്മളെ വൈകുന്നേരത്തെ ഭക്ഷണം അതിന്മേൽ തീരും. ഒരുവിധം പ്രവാസികളുടെ ഒക്കെ റൂമിലെ അവസ്ഥ ഇതായിരിക്കും. റിയാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 4 കുബൂസ് കിട്ടും. അതിലേക്ക് എന്തെങ്കിലും ഒരു കറി റൂമിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു നേരം വിശപ്പടക്കാൻ അത് ധാരാളം മതി. ഒരുവിധം എല്ലാ പ്രവാസികളുടെയും റൂമിലെ അവസ്ഥ ഇതായിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നവരുണ്ടാവും, സമയം വീട്ടിൽ നിന്നൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തവർ. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഞാനൊരു സിമ്പിളായിട്ടുള്ള കറികളാണ് എന്നും ഉണ്ടാക്കുക. എന്തെങ്കിലും ഒരു ഉള്ളിക്കറി ഉണ്ടാക്കിയാൽ അതിലേക്ക് 2 മുട്ട പുഴുങ്ങിയിട്ടാൽ എനിക്ക് മുട്ടക്കറിയായി. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. ഇന്നലെ മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയ കറിൻ്റെ ബാക്കിയാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് രാത്രിയും ഇന്നലെ രാത്രി അങ്ങനെ പോയി. ഇനിയിപ്പോൾ ഇന്നത്തോടു കൂടി ഇത് തീരും. ഇനി നാളേക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വൈകുന്നേരത്തെ ഭക്ഷണ രീതി. അപ്പോൾ ഇനി ഈ കുബൂസും ഈ മുട്ടക്കറിയൊക്കെ കൂട്ടിയിട്ട് ഇത് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഒന്നും കൂടി മേല് കഴുകി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടക്കാനുള്ള ഒരുക്കത്തിലായി. അപ്പോൾ സമയം ഇവിടെ രാത്രി 10 മണിയായി. അപ്പോൾ മാക്സിമം ഒരു 9:30 സമയമാകുമ്പോഴേക്കും ഇവരുടെ കടയിലൊക്കെ പോകണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു 9-9:30 ആകുമ്പോഴത്തേന് ഇവർ തീർത്ത് തരലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേന് ഉറങ്ങാനുള്ള രീതിയിൽ എനിക്ക് എൻ്റെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഞാനൊരു 10:30-11 മണിക്കൊക്കെ കിടന്നുറങ്ങും. ഒരു 10 മണിയാകുമ്പോഴത്തേന് കിടന്ന് കുറച്ച് നേരം ഒന്ന് ഫോണിലൊക്കെ ഒന്ന് ഇങ്ങനെ തോണ്ടി കളിച്ച് ഒരു 10:30-10:45 ഒക്കെ ആകുമ്പോഴത്തേന് ഉറങ്ങും. രാവിലെ പിന്നെ 5:15 അലാറം വെച്ച് രാവിലെ 5:15 എണീക്കും. ഇതാണ് വ്യാഴം വെള്ളിയും അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും എൻ്റെ ഒരു റൊട്ടീന്. വ്യാഴം വെള്ളിയും പിന്നെ പിറ്റേ ദിവസം ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് രാത്രി ചിലപ്പോൾ ഓട്ടങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരു 2 മണി 3 മണി വരെ എന്തെങ്കിലുമൊക്കെ ഓട്ടങ്ങളുണ്ടാവും. ഇവരെ കല്യാണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രിയാണല്ലോ കല്യാണങ്ങൾ. കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് റൂമിൽ തിരിച്ചു വന്നിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ചിലപ്പോൾ ഒരു 3 മണി 2:30-3 മണിക്കൊക്കെ പുലർച്ചെ 2:30-3 മണിക്കൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പോകേണ്ടി വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാവും പിന്നെ ഉറക്കം. പക്ഷേ വെള്ളിയും ശനിയൊക്കെ രാവിലെ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് രാവിലെ പിന്നെ ഓട്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഉച്ചൻ്റെ ശേഷം എന്തെങ്കിലും ഓട്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉറങ്ങാൻ ഉച്ചവരെ ഉറങ്ങാൻ സമയം ഉണ്ടാവും. അല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെയാണ് എൻ്റെ ഓരോരോ ദിവസങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ്. സൗദിയിലുള്ള എൻ്റെ ഒരു ദിവസമാണ്. അപ്പോൾ സമയം 10:30 കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ വീണ്ടും നാളെ രാവിലെ 5:15 അലാറം അടിക്കുന്നു. വീണ്ടും ഇന്നത്തെ അതേപോലെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ. അപ്പം അങ്ങനെ എൻ്റെ ജീവിതത്തിൽ 10 വർഷം ഇതേപോലെ ഇങ്ങനെ കടന്നുപോയി. ഇത് ഓരോ പ്രവാസികൾക്കും പറയാനുള്ള ഒരു കഥയാവട്ടോ. എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ ഓരോരോ കഥകൾ. എല്ലാ ജോലികൾക്കും ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അങ്ങനെയാണ് എല്ലാ പ്രവാസികൾക്കും ഓരോരോ കഥ പറയുന്നുണ്ടാവും. അപ്പോൾ ഏതായാലും ഇന്നത്തെ എൻ്റെ ഈ ഒരു ദിവസം ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇനി കിടന്നുറങ്ങാൻ പോവാണ്.
അപ്പം ഇനി വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.